മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. 5-ാം ദിവസം നടത്തിയ തെരച്ചിലിലാണ് സരോവരം പാർക്കിന് സമീപം അസ്ഥി കണ്ടെത്തിയത്. മൃതദേഹം കെട്ടിത്താത്താൻ ഉപയോഗിച്ച കല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ വിജിലന്റെ സുഹൃത്തുക്കളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ തന്നെയാണ് ഇന്നുണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 5 ദിവസമായി മൃതദേഹാവശിഷ്ടങ്ങൾക്കായി തെരച്ചിൽ നടത്തുകയായിരുന്നു, പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ പ്രതികൾ ചൂണ്ടിക്കാണിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണോ അസ്ഥികൾ കണ്ടെത്തിയിട്ടുള്ളത്? അതേ ദിവ്യ, പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന അവസാന ദിവസമായ ഇന്ന് തന്നെയാണ് ഈ മൃതദേഹം അവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ഈ വിജിലന്റെ ഷൂ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണെന്ന് 5-ാം ദിവസം ഈ വിജിലന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു പ്രതികൾ നേരത്തെ നൽകിയ മൊഴി. അതുപ്രകാരം പോലീസ് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ സരോവരത്തെ ചതുപ്പിൽ നിന്ന് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. മുഴുവൻ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഈ വിജിലനെ കെട്ടിത്താത്താൻ ഉപയോഗിച്ച കല്ലുകൾ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ സരോവരത്തെ തെരച്ചിൽ ഏതാണ്ട് ഈ കേസന്വേഷണത്തിൽ മുഴുവൻ തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച്. ശാസ്ത്രീയ അന്വേഷണത്തിന് ഒരു അവസാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എല്ലാ തെളിവുകളും ഈ കേസിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. കാരണം ഈ കേസിൽ ഏറെ വഴിത്തിരിവാകുന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്നത്. പ്രതികളെ 5 ദിവസമാണ്, കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഇവിടെ തിരച്ചിൽ ആരംഭിച്ചത്. അതിനു മുമ്പ് പ്രതികളില്ലാതെ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഈ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഈ തിരച്ചിൽ പൂർണ്ണമായും തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പിന്നീട് 5 ദിവസം നീണ്ട ഈ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന 5-ാം ദിവസം തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞത്. കൂടാതെ പ്രതികൾ നേരത്തെ നൽകിയ മൊഴി എന്നത് ഈ മൃതദേഹം കല്ലിൽ കെട്ടി താഴ്ത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കല്ലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. മറ്റൊന്ന്, ഈ വിജിൽ ഉപയോഗിച്ച ഷൂ നേരത്തെ തന്നെ പോലീസ് ഈ പ്രദേശത്ത് തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ഈ വിജിലിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളതാണ് ഈ പ്രതികൾ നൽകിയിട്ടുള്ളത്. കേസന്വേഷണത്തിന്റെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയാം. പക്ഷേ അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട്, അത് വിജിലന്റേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതില്ലേ? ദിവ്യ, അതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഇനി വിജിലന്റേതാണ് ഈ അസ്ഥികൂടം എന്നുള്ളതാണ് ഇനി പോലീസ് സ്ഥിരീകരിക്കേണ്ടതായിട്ടുള്ളത്. ഏതായാലും ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്, ഈ പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് തന്നെയാണ് മൃതദേഹാവശിഷ്ടങ്ങളും അതുപോലെ കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. അത് പ്രതികളുടെ മൊഴിയെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ആ ഒരു കണ്ടെത്തൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വിജിൽ എന്ന് പറയുന്ന 2019 കാണാതായ ഈ വിജിലിന്റെ വെസ്റ്റ് ഹിൽ സ്വദേശിയായിട്ടുള്ള വിജിലിനെ ഇവിടെ കെട്ടിത്താഴ്ത്തി എന്നുള്ള പ്രതികളുടെ മൊഴി സാധൂകരിക്കുന്ന ഒരു തെളിവ് ഇപ്പോൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ നിർണായകമാണ് ഈ തെളിവ് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും വിജിൽ 2019 കാണാതായത്. ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചത് ഈ പ്രതികളായിട്ടുള്ള നിഖിൽ, അതുപോലെ ദീപേഷ് എന്ന് പറയുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, ഈ വാട്ടുപറമ്പ് സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത്. ഈ 3 പേരും ഒന്നിച്ച് ഈ വിജിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുകയും അതിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ പ്രദേശത്ത്, അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടു എന്നുള്ള മൊഴി പോലീസിന് ലഭിക്കുന്നത്. ഈ 2019 നടന്ന തിരോധാന കേസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് തിരോധാന കേസുകൾ വീണ്ടും അന്വേഷിക്കാൻ തയ്യാറെടുത്തതിനെ തുടർന്നാണ് ഈ പ്രതികൾ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതായി പോലീസിന് ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ് പ്രതികളെ പിടികൂടുകയും പിന്നാലെ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. രഞ്ജിത്ത് എന്ന് പറയുന്ന പൂവാട്ടുപറമ്പ് സ്വദേശി, അദ്ദേഹം ഒളിവിലാണ്. അയാളെ കൂടി പിടികൂടാനുണ്ട്. അയാളെ പിടികൂടിയതിനു ശേഷമായിരിക്കും കേസിൽ ഒരു പൂർണ്ണത ഉണ്ടാവൂ. ഏതായാലും ഈ നിലവിൽ കസ്റ്റഡി ലഭിച്ചിട്ടുള്ള പ്രതികളെ കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഈ സരോവരത്തെ ചതുപ്പിൽ നടത്തിയിരുന്നത്. ആ ചതുപ്പിൽ ഈ പ്രതികൾ പറഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെ വെല്ലുവിളി നിറഞ്ഞ ഒരു തെരച്ചിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. കാരണം ഈ പറഞ്ഞ സ്ഥലത്തേക്ക് സരോവരത്തെ പരിശോധന തെരച്ചിൽ അത് അവസാനിപ്പിക്കുകയാണോ, അതോ കൂടുതൽ മൃതദേഹ ഭാഗങ്ങളൊക്കെ കണ്ടെത്താനായി പരിശോധന തുടരുമോ? ദിവ്യ, പരിശോധന ഇന്ന് അവസാനിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രതികളുടെ കസ്റ്റഡി കാലാവധി 5 ദിവസത്തേക്കാണ് കസ്റ്റഡി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ദിവസം കൂടിയായിരുന്നു. ഒരു പക്ഷേ ഈ അസ്ഥികൂടം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകുകയും കസ്റ്റഡി നീട്ടി നൽകാൻ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനും പോലീസ് ഒരുങ്ങുകയായിരുന്നു. അതിനിടെയാണ് 5-ാം ദിവസമായ ഇന്ന് ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ നേരത്തെ തന്നെ വിജിലിന്റെ ഷൂ ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന് പിന്നാലെ ഇന്നലെ നടന്ന ഒരു തെരച്ചിലിൽ ഒരു പ്രതികൂല സംഭവം ഉണ്ടായതെന്തെന്ന് വെച്ചാൽ വലിയ ഹിറ്റാച്ചികൾക്ക് ആ പ്രദേശത്തേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ചതുപ്പിൽ താഴ്ന്നു പോകുന്ന രീതിയിലായിരുന്നു ഹിറ്റാച്ചികളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക്, തെരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് ആ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ചെറിയ ഹിറ്റാച്ചികൾ സ്ഥലത്തെത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് പോലീസ് കടന്നത്. അതിന് പിന്നാലെ ഇന്ന് അല്പസമയം മുമ്പാണ് ഇപ്പോൾ വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ സരോവരത്തെ ചതുപ്പിൽ പ്രതികൾ നേരത്തെ പറഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്താനായിട്ടുള്ളത്. ഇതിന് വിജിലിന്റേതാണെന്ന ഒരു സ്ഥിരീകരണം പോലീസ് ഒരുപക്ഷെ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും അത്തരം സ്ഥിരീകരണങ്ങളിലേക്ക് കടക്കുക. ഏതായാലും
മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതികൾ പറഞ്ഞത് പ്രകാരം തന്നെ സലാം, കല്ലിൽ കഴിഞ്ഞ ദിവസം കെട്ടിയ കണ്ടെത്തിയ താഴ്ത്തിയ ഷൂ അത് നിലത്തിലായിരുന്നു. ആ വിജിലന്റേതാണ് കല്ലും എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞോ? ദിവ്യ, നിലവിൽ അത്തരമൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. കാരണം ഇനി ശാസ്ത്രീയ പരിശോധനകൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുണ്ടാവുക. അപ്പോൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വിജിലന്റേതെന്ന് തോന്നിക്കുന്ന പ്രതികൾ പറഞ്ഞത് പ്രകാരം ആ സ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. അസ്ഥികൂടം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. വിജിലന്റെ പൂർണ്ണമായ എല്ലാ ഭാഗങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. ഷൂവിന്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വിജിലന്റെ തന്നെയാണ് ഈ ഷൂ, അതുപോലെ തന്നെ വിജിലന്റെ മൃതദേഹാവശിഷ്ടം തന്നെയാണ് കണ്ടെത്തിയത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. ഏതായാലും പോലീസിന്റെ പരിശോധന 5-ാം ദിവസമാണ് വിജയം കണ്ടത്. ഈ പ്രതികളെ കസ്റ്റഡി ലഭിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കസ്റ്റഡി ലഭിച്ചത്. അതിനുശേഷം 5 ദിവസമാണ് കോടതി കസ്റ്റഡി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 5-ാം ദിവസം തന്നെ ഈ കാര്യത്തിൽ, അതായത് വിജിലന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു കൃത്യമായ ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നത്. ഈ തെളിവ് എന്ന് പറയുന്നത് ഈ മൃതദേഹാവശിഷ്ടമാണ്. ഈ കണ്ടെത്തൽ തന്നെയാണ്. ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് പോലീസ് കടന്നുപോയത്. നമുക്കറിയാം ഈ സരോവരത്തെ ചതുപ്പ് എന്ന് പറയുന്നത് വലിയ ചളി നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഈ തെരച്ചിൽ തുടരുമ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ചളി അടിഞ്ഞിരിക്കുന്നതിനാൽ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയും ഉണ്ടായിരുന്നു, കനത്ത മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരച്ചിൽ തുടരാൻ വലിയ ബുദ്ധിമുട്ട് പോലീസ് നേരിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കാലാവസ്ഥ ഒരു അനുകൂലമായ സാഹചര്യത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം 5 ദിവസം നീണ്ട ഒരു തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ വിജിലന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും കേസിൽ വലിയ നിർണായകമായ ഒരു വഴിത്തിരിവ് തന്നെയാണ് പോലീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ